മണർക്കാട് ആഭിചാരം നടത്തിയ സംഭവത്തിലെ പ്രതി ശിവദാസിനെ തെളിവെടുപ്പിന് എത്തിച്ചിരിക്കുകയാണ് ഇപ്പോൾ. ഷിനോജ് ജസ്റ്റി നമുക്കൊപ്പം വിവരങ്ങളുമായി അവിടെ നിന്ന് ചേരുന്നുണ്ട്. ഷിനോജ്, വലിയ രീതിയിൽ നമ്മളെല്ലാവരും ഞെട്ടിച്ചൊരു സംഭവമായിരുന്നു. അത് പുറം ലോകത്തേക്ക് എത്തിച്ചത് ഷിനോജാണ് ആദ്യം. ഇപ്പോൾ എവിടെയാണ് തെളിവെടുപ്പ് നടക്കുന്നത്? അറിയ ഈ ആഭിചാരം നടത്തിയ മണർക്കാട് കൊരട്ടിക്കുന്നിലെ വീട്ടിലാണ് തെളിവെടുപ്പ് നടത്തിയത്. അല്പസമയം മുൻപാണ്, ഏകദേശം ഒരു 15 മിനിറ്റ് മുൻപാണ് ഈ കേസിലെ മന്ത്രവാദം നടത്തിയ തിരുവല്ല മുത്തൂർ സ്വദേശിയായിട്ടുള്ള ശിവദാസൻ, ശിവൻ തിരുമേനി എന്ന നാട്ടിലൊക്കെ അറിയപ്പെടുന്ന ശിവദാസനെ പോലീസ് സംഘം ഇവിടേക്ക് എത്തിച്ചത്. തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നു. പ്രധാനമായും ഇത്തരത്തിൽ ഈ വീട്ടിനുള്ളിൽ എവിടെ വെച്ചാണ് ഇത്തരത്തിൽ ഈ ആഭിചാരം നടത്തിയത്, അത് നമ്മൾ ദൃശ്യങ്ങൾ സഹിതം വന്ന് പുറത്തുവിട്ടതാണ്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ പോലീസ് ഈ സ്ഥലത്ത് പ്രതി എത്തിച്ച് കാര്യങ്ങളൊക്കെ തന്നെ മനസ്സിലാക്കി. ഒപ്പം ഏറ്റവും നിർണായകമായ 2 കാര്യങ്ങൾ, അതിൽ ഈ ആഭിചാരത്തിന് ഉപയോഗിച്ച പട്ട്, പ്രത്യേകിച്ച് ഈ പെൺകുട്ടിയുടെ കൈകാലുകളൊക്കെ തന്നെ കെട്ടിയിട്ടത് ഈ പട്ട് ഉപയോഗിച്ചാണ്. അങ്ങനെ 3 പട്ട് ഈ വീടിനുള്ളിൽ ഉണ്ട് എന്നാണ് ഈ പെൺകുട്ടി പോലീസിന് നൽകിയ മൊഴി എന്ന് പറയുന്നത്. ആ പട്ട് പോലീസ് കണ്ടെടുത്തു. ഒപ്പം ഈ ഭസ്മം ഈ പെൺകുട്ടിക്ക് തിന്നാനൊക്കെ തന്നെ നൽകിയിട്ടുണ്ടായിരുന്നു. ആ ഭസ്മത്തിൻ്റെ ബാക്കി ഭാഗങ്ങളൊക്കെ തന്നെ പോലീസ് ഇപ്പോൾ കണ്ടെടുത്തിരിക്കുകയാണ്. അങ്ങനെ ഏകദേശം ഒരു 15 മിനിറ്റ് നീണ്ട ഈ ബന്ധപ്പെട്ട ഈ തെളിവെടുപ്പാണ് ഇവിടെ നടന്നത്. മണ്ണർക്കാട് പോലീസാണ് ഈ പ്രതി ഇവിടേക്ക് എത്തിച്ചത്. അതേസമയത്ത് തന്നെ കേസിൽ ഏറ്റവും നിർണായകമായി, പ്രത്യേകിച്ച് ഈ ഭർത്തൃമാതാവിനെ നിലവിൽ ഇതുവരെയും പോലീസിന് പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. ഒപ്പം ഈ ഭർത്താവിൻ്റെ സഹോദരിയുണ്ട്, അവർ നഴ്സിംഗ് വിദ്യാർത്ഥിയാണ്. അവർ രണ്ടുപേരും നിലവിലിപ്പോൾ നിലവിലിപ്പോൾ ഒളിവിലാണ്. അവരെ കൂടി പിടികൂടിയാൽ മാത്രമേ കൂടുതൽ ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ ചുരുൾ അഴിയുന്നതിലേക്ക് തന്നെ കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിക്കത്തുള്ളൂ. എന്തായാലും ഒരു 15 മിനിറ്റ് കണ്ട നീണ്ട തെളിവെടുപ്പ്, ആ തെളിവെടുപ്പിൽ വളരെ നിർണായകമായിട്ടുള്ള ഈ കേസിലെ ഈ തെളിവെടുപ്പുമായി ബന്ധപ്പെട്ട ഭസ്മവും ഒപ്പം തന്നെ ഈ പട്ടും കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിരിക്കുന്നു.